എത്രത്തോളം വലിയ തയ്യാറെടുപ്പുകൾ അവിടെയുണ്ട്. കെ.സി. വേണുഗോപാൽ, ജയശങ്കർ നിൽക്കുന്നത് നോക്കൂ. പി.സി. വിശ്വനാഥിന്റെയും കെ.സി. വേണുഗോപാലിന്റെയും നടുക്കാണ് നിൽക്കുന്നത്. റോഡ് ഷോയുടെ മുഴുവൻ ആവേശവും കാണാം. അതെ, യഥാർത്ഥത്തിൽ പി.സി. വിശ്വനാഥ് നടക്ക് നിൽക്കേണ്ടത് അല്ലെ, സ്ഥാനാർത്ഥിയല്ലേ നടക്ക് നിൽക്കുക. ജയശങ്കർ ചോദിക്കാം, ഈ മണിക്കൂറിലെ വലിയ ആവേശത്തിലാണ് അതായത് മാധു, വലിയ ആവേശമാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കുണ്ടറയിലുള്ളത്. കോൺഗ്രസ് പിടിച്ചടക്കിയ സീറ്റാണ്. പി.സി. വിശ്വനാഥ് കഴിഞ്ഞ തവണ പിടിച്ചടക്കിയ സീറ്റാണ്. ആ സീറ്റ് നിലനിർത്തുക എന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ആ വലിയ ദൗത്യം. അത് പൂർത്തിയാക്കുമെന്നാണ് പി.സി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത്. എന്തായാലും ഇന്ന് കൊട്ടിക്കലാശത്തിന് ദിവസം കോൺഗ്രസിന്റെ ക്യാപ്റ്റനെ തന്നെ, AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി തന്നെ ഈ ആവേശത്തിന് അതിന്റെ ആവേശം കൂട്ടുന്നതിന് വേണ്ടി കുണ്ടറയിൽ എത്തിയിട്ടുണ്ട്. വലിയ ആവേശത്തിലാണ് ഇവിടെ വലിയ ആവേശം മണ്ഡലം നിലനിർത്തുക ലക്ഷ്യമാണ്. കെ.സി. വേണുഗോപാലിന് ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് തോന്നുന്നു. ആവേശമുണ്ട്, അങ്ങയുടെ മുഖത്ത് ആവേശം കാണാം. നോക്കൂ, ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എന്താണ് ഈ നിമിഷത്തിലെ അങ്ങയുടെ ആത്മവിശ്വാസം? കേരളം അന്തിമമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് പോകാൻ പോകുന്ന ഈ അവസാന മണിക്കൂറിൽ വളരെ വ്യക്തമാണ് UDF അനുകൂല തരംഗം കേരളത്തിൽ ആഞ്ഞടിക്കുന്നത്. വി ആർ ഗോയിങ് ടു വിൻ വെരി കംഫർട്ടബിളി. ഇത് കൃത്യമായിട്ടുള്ള ചിത്രമാണ്. ജയശങ്കർ, സ്ഥാനാർത്ഥിയുടെ ആവേശവും ആത്മവിശ്വാസവും നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞോളൂ. അതായത് മാധു, വലിയ ആവേശത്തിലാണ് സ്ഥാനാർത്ഥിയുള്ളത്. നമ്മൾ ഓരോ തവണ ഇവിടെ എത്തുമ്പോഴും സ്ഥാനാർത്ഥിയുടെ മുഖത്ത് കോൺഫിഡൻസ് കൂടി വരികയാണ്. കൂടിയില്ല കോൺഫിഡൻസ്? ഉറപ്പായിട്ടും ഈ കോൺഫിഡൻസ് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കുണ്ടറയിലെ ജനങ്ങളിലുള്ള എൻ്റെ വിശ്വാസം. രണ്ട്, ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു അതിശക്തമായ ഭരണവിരുദ്ധ വികാരം. ഈ രണ്ട് കാര്യം കൊണ്ട് ഉണ്ടാകുന്ന കോൺഫിഡൻസ് ആണ്. കുണ്ടറ നിലനിർത്തും, ഭൂരിപക്ഷം കൂട്ടിയായിട്ടും ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിൽ കുണ്ടറയിൽ UDF വിജയിക്കും. ഒരു നമ്മളിനി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഇന്ന് മുഖ്യമന്ത്രിക്ക് യോജിക്കാത്ത, ആ പദത്തിന് യോജിക്കാത്ത ചില പരാമർശങ്ങളൊക്കെ നടത്തുകയുണ്ടായി. അങ്ങ് അത് ശ്രദ്ധിച്ചിരുന്നോ രേവന്ത് റെഡ്ഡിയെ കുറിച്ച്? കേരളത്തിലെ ജനങ്ങളുടെ ഈ കൃത്യമായിട്ടുള്ള UDF അനുകൂലമായിട്ടുള്ള മനോഭാവം കണ്ട് സമനില തെറ്റിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വരേണ്ട വാചകങ്ങളാണോ അത്? ഒരിക്കലും വരാൻ പാടില്ലാത്ത വാചകങ്ങളല്ലേ. മറുപടി അർഹിക്കുന്നുണ്ടോ? മറുപടി അർഹിക്കുന്നതല്ലേ ഇത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നിലവാരം ലോകം മുഴുവനുള്ള ജനങ്ങൾ കാണുകയല്ലേ ഈ പ്രയോഗത്തിലൂടെ. രേവന്ത് റെഡ്ഡി ഒരു സിനിമാ ഡയലോഗാണ് പറഞ്ഞത്. ആ സിനിമാ ഡയലോഗ് മുഖ്യമന്ത്രിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് മുഖ്യമന്ത്രി തന്നെ മോഹൻലാലിന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ, നിങ്ങളെല്ലാം കാണിച്ചതാണല്ലോ അത്. ആ ഡയലോഗ് രേവന്ത് പറഞ്ഞാൽ അതിനെ ആ രീതിയിൽ കാണുന്നതിന് പകരം ഇത്ര മ്ലേച്ഛമായ അശ്ലീല ഭാഷയിലാണോ മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി? വിജയ എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഭാഷയുടെ പരിമിതി ഉണ്ടാകാം. നീ എന്നുള്ള പ്രയോഗം കൂടി ആകുമ്പോൾ പ്രായമുള്ള മുഖ്യമന്ത്രിയാണ്. ഒരുപക്ഷെ രണ്ട് മുഖ്യമന്ത്രിമാർ പരസ്പരം കാണിക്കേണ്ട ഒരു ബഹുമാനം എവിടെയോ നഷ്ടപ്പെട്ടോ? ആ ആവേശത്തിൽ നിന്നൊരു സംശയമുണ്ട് ശ്രീ കെ.സി. അതല്ല അങ്ങനെ കാണണ്ട അതിനെ. അതൊരു സിനിമാ ഡയലോഗാണ്. കേരളത്തിലെ എല്ലാ കുഞ്ഞുങ്ങളും പോലും പറയുന്നൊരു സിനിമാ ഡയലോഗാണ് അത്. ആ സിനിമാ ഡയലോഗൊന്നും ആവർത്തിച്ചു എന്നല്ലാതെ അതിനകത്ത് വേറെ ഭാഷയൊന്നുമില്ല. ഇതങ്ങനെയാണോ? ആ ഭാഷ ഇതുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുമോ? എന്താണ് ഡാഷ് മോൻ? എന്താണ് അതെങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റുന്നത് കേരളത്തിൽ? അതന്നെ പറഞ്ഞത്. മുഖ്യമന്ത്രിയാണ് ഇത് പറയുന്നത്. രേവന്തിന് മറുപടി ഈ രീതിയിലാണോ മുഖ്യമന്ത്രി പറയേണ്ടിയിരുന്നത്? അത് അങ്ങേയറ്റത്തെ നിലവാരം കുറഞ്ഞതാണ്. സാംസ്കാരിക കേരളത്തിന് തന്നെ അപമാനമാണ് ഈ മുഖ്യമന്ത്രി. സാംസ്കാരിക കേരളത്തിന് അപമാനമാണ് ഈ മുഖ്യമന്ത്രി. സംശയം വേണ്ട. ഈ ഡാം മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഇന്ന് പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. സത്യത്തിൽ ഇന്ന് രാവിലെ ഞാൻ തിരുവനന്തപുരത്തെ പത്രസമ്മേളനത്തിൽ പ്രതികരിച്ചതാണ്. ആദ്യം ഇത്രയും ഞെട്ടിപ്പിക്കുന്ന വിവരം നമ്മൾ അന്ന് പ്രളയമുണ്ടായപ്പോൾ തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്താണ് ഈ വിഷയങ്ങൾ. ഡാമിൻ്റെ ഷട്ടറുകൾ അടക്കുന്ന കാര്യത്തിൽ ധൃതിയുണ്ടായോ എന്നൊക്കെയുള്ള ചർച്ചകൾ അന്ന് മാധ്യമങ്ങളിൽ തന്നെ ഒരുപാട് നിറഞ്ഞു വന്ന ചർച്ചകളാണ്. അതൊരു വെള്ളപ്പൊക്കം ഉണ്ടായത് അതിൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ചില ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണോ എന്ന് സംശയം അന്നുണ്ടായിരുന്നു. ഇന്നിതാരാ പറയുന്നത്? ഞാൻ കേട്ടു, മുഖ്യമന്ത്രി പറയുന്ന മറുപടി കേട്ടു ഇപ്പം താങ്കളുടെ ചാനലിലൂടെ. ഇത് പ്രതിപക്ഷത്തെ ഒരു നേതാവല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ക്യാബിനറ്റിലിരിക്കുന്ന മന്ത്രിയുടെ വോയിസ് റെക്കോർഡല്ലേ? ക്യാബിനറ്റിലിരിക്കുന്ന ഒരു മന്ത്രിയുടെ വോയിസ് റെക്കോർഡ്. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട ആളായിരുന്നു അന്ന് ജലസേചന മന്ത്രി. അന്വേഷണം വേണ്ട ഈ കാര്യത്തിൽ? ഒരു അന്വേഷണം വേണ്ടേ? അന്വേഷണമല്ല, അറസ്റ്റ് ചെയ്യണം. ആ രണ്ട് മന്ത്രിമാരെ അറസ്റ്റ് ചെയ്യണം. മുഖ്യമന്ത്രി അതിന്റെ ബാധ്യത എടുക്കണം. പിന്നെ ഇതിപ്പോ ശബ്ദം
വ്യാജമാണെന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ തടിതപ്പം പറ്റില്ല. അതൊക്കെ അന്വേഷിച്ചോട്ടെ. പക്ഷെ കേരളം മനസ്സിലാക്കും, അത് കൃത്യമായിട്ട് അറിയാം കൃഷ്ണൻകുട്ടിയുടെ ശബ്ദമാണെന്ന്. ആർക്കാ മനസ്സിലാവാത്തത്? കൃഷ്ണൻകുട്ടിയുടെ ശബ്ദം നിങ്ങളെ രേഖ എടുത്ത് പരിശോധിച്ച് ചോദിക്കും. ശ്രീ കെ.സി. വേണുഗോപാൽ അതൊരു AI നിർമ്മിത ശബ്ദമാണ് എന്നാണല്ലോ ഇപ്പോൾ മന്ത്രിമാരൊക്കെ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് ഇത്രയും മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോ വലിയ സാധ്യത എത്രയാണ്? അത് പറഞ്ഞത് രക്ഷപ്പെടാൻ നോക്കണ്ട. അത് കൃഷ്ണൻകുട്ടിയുടെ ശബ്ദമാണെന്ന് വ്യക്തമാണ്. ഏത് പരിശോധനയും തയ്യാറായിക്കോട്ടെ. മാത്യു കൊളനാടൻ തയ്യാറാണ്, ഏത് പരിശോധനയ്ക്കും തയ്യാറാണ്, ഏത് നിയമ നടപടിക്കും തയ്യാറാണ്. അത്ര ആധികാരികത ഉള്ളതുകൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതിന് ഉത്തരവാദിത്വം പാർട്ടിയും മുന്നണി ഏറ്റെടുക്കുകയാണ്. ശരി, അത് കോൺഗ്രസിന് പ്രധാനപ്പെട്ട വിഷയമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. നടപടി വേണം. അപ്പൊ എന്തായാലും ഇപ്പോഴും 100 സീറ്റ് എന്ന ഇതിൽ നമ്മൾ നിൽക്കുന്നുണ്ടോ? ഇപ്പോഴും 100 സീറ്റ് തന്നെയാണോ നമ്മുടെ ഒരു ടാർഗറ്റ്? തരംഗം വന്നിരിക്കുകയാണ്. സത്യത്തിൽ പ്രതീക്ഷിക്കാത്ത പല സീറ്റുകളും വരും. ഇപ്പൊ കൊല്ലത്ത് തന്നെ പരമ്പരാഗതമായി ലെഫ്റ്റ് ജയിച്ചുകൊണ്ടിരിക്കുന്ന പല സീറ്റുകളും ഇപ്രാവശ്യം മുന്നിൽ. കൊല്ലത്ത് എത്ര സീറ്റ് ഉണ്ടാവും? പൾസ് കണ്ടിട്ട് തോന്നുന്നു 6-7 സീറ്റുകൾ എന്തായാലും കിട്ടും. ആകെ മൊത്തത്തിൽ 100 കിടക്കുമോ? അതിലേക്കാണ് പോകുന്നത്. എന്തായാലും വലിയ ആവേശമാണ് ഈ റാലിക്കുള്ളത്. 100-ലധികം സീറ്റുകൾ നേടുമെന്നാണ് കെ.സി. അതാണ് കോൺഗ്രസിന്റെ അവകാശവാദം. അതാണ് ജയശങ്കർ. നമുക്ക് സ്ഥാനാർത്ഥിയുടെ പ്രതികരണം കൂടി കിട്ടേണ്ടതുണ്ട്. എന്താണ് ഈ നിമിഷത്തിൽ വിഷ്ണുനാഥിന്, PC വിഷ്ണുനാഥിന്റെ ആവേശം എത്രത്തോളമുണ്ട്? കഴിഞ്ഞ തവണത്തെക്കാൾ ഭൂരിപക്ഷം ഉയർത്തും എന്നുള്ളതാണോ വിഷ്ണു പറയുന്നത്? കെ.സിക്ക് എന്തോ ഒന്നുകൂടി പറയാനുണ്ട്. ശ്രീ കെ.സി. പറഞ്ഞോളൂ. അല്ല, ഇപ്പൊ താങ്കളിപ്പം രേവന്ത് റെഡ്ഡിയെ കുറിച്ച് പറഞ്ഞത് താങ്കളിപ്പോ ചർച്ച ചെയ്തല്ലോ. ഈ ജയശങ്കറിനോടെന്താ പറഞ്ഞത് കൊല്ലത്ത് വെച്ചിട്ട്? നിങ്ങളുടെ ചാനലിന്റെ ജയശങ്കറിനോട് എന്താ പറഞ്ഞത് കൊല്ലത്ത് വെച്ച്? അത് ഓർമ്മയില്ലേ? കേരളം കണ്ടതല്ലേ അത്? അതെ. ഗോപാലകൃഷ്ണനോട് പറഞ്ഞ കേരളം കണ്ടതല്ലേ? ഒരുപാട് ചോദ്യം ചോദിക്കാൻ മുന്നോട്ട് വരുന്ന പത്രപ്രവർത്തകർക്ക് പോലും രക്ഷയില്ല. എന്തായാലും നമുക്ക് സ്ഥാനാർത്ഥിയിലേക്ക് വരാം. എങ്ങനെ തോന്നുന്നു നമ്മൾ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ? ഗംഭീര വിജയം ഉണ്ടാകും, ഉജ്ജ്വല വിജയം ഉണ്ടാകും. ഏറ്റവും ഒടുവിലത്തെ പ്രചാരണത്തിൽ ശ്രീ കെ.സി. വേണുഗോപാലും എത്തി. വളരെ ആവേശമുണ്ട്. ജനങ്ങളെ വലിയ താല്പര്യത്തിലാണ്. കേരളത്തിലെ UDFന് അനുകൂലമായ ഒരു തരംഗമുണ്ട്. ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ആരോഗ്യ മേഖലയിലെ തകർച്ച, സർവോപരി ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ ദ്വാരപാലക വിഗ്രഹം പോലും കൊള്ളയടിക്കുന്ന കൊള്ളക്കാരായി ഭരണക്കാർ മാറിയിരിക്കുകയാണ്. ജനങ്ങളുടെ വലിയ പ്രതിഷേധം ഉണ്ടാകും. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. കഴിഞ്ഞ തവണ 2 ആഴ്ച മാത്രം പ്രവർത്തിച്ചാണ് ഒരു വലിയ വിജയം ഉണ്ടാക്കി. ഇത്തവണ കുറച്ചധികം സമയം കിട്ടി. 5 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഭൂരിപക്ഷം കൂടുമോ? കഴിഞ്ഞ തവണ 2 ആഴ്ച പ്രവർത്തിച്ചു. ഇത്തവണ 5 വർഷം പ്രവർത്തിച്ചു. അതിന്റെ ആത്മവിശ്വാസം ഉണ്ടാകും, അതിന്റെ ഭൂരിപക്ഷവും ഉണ്ടാകും. ഒരു പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി പാടുന്നുണ്ടോ? പിന്നെ പാടാം. എന്തായാലും അത് തന്നെയാണ് മാധു. വലിയ ആവേശത്തിനാണ് സ്മൃതി മാധു സ്ഥാനാർത്ഥി ഉള്ളത്. വലിയ ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. കാരണം കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ അത് ഓട്ടായി മാറും. മണ്ഡലമാണ്. സ്വാഭാവികമായും അതിന്റെ ആത്മവിശ്വാസം PC വിശ്വനാഥിനുണ്ട്. വേണുഗോപാൽ കൂടി പ്രചാരണത്തിനെത്തുമ്പോ ആവേശം അതിന്റെ കൊടുമുടി കയറുകയാണ്. മാത്രമല്ല മാധു, കൊല്ലത്ത് ഇപ്പോ ഈ കുണ്ട്ര മാത്രമല്ലല്ലോ, കൊല്ലത്താകെ തന്നെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.